ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളല്ലാതെ. ഒന്നാമത്തെ എന്താ അറിയോ? സ്വതക്കത്തുൻ ജാരിയത്തുൻ. സ്വതക്കത്തുൻ ജാരിയത്തുൻ, നിലനിൽക്കുന്ന സ്വതക്കളകളാണ്. അല്ലേ? നമ്മൾ യത്തീംഖാനൻ്റെ വരുമാനത്തിനൊരു പീഡിയമുറി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കാലാകാലം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലേ? പള്ളിക്കൊരു റൂം കൊടുത്തിട്ടുണ്ട്. അല്ലേ? തൻ്റെ റോഡ് സൈഡിലുള്ള റൂമിൽ ഒരു റൂമിൻ്റെ വരുമാനം പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, മദ്രസക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ പണ്ട് തെങ്ങൊക്കെ കൊടുക്കുന്നു. തെങ്ങ്, അങ്ങനത്തെ കുറച്ച് നിലനിൽക്കുന്ന സാധനങ്ങൾ, അതൊക്കെ എന്താ അറിയോ? അതൊക്കെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ എന്താ അറിയോ? ഔ വലദുൻ സ്വാലിഹ്, ഒരു സന്താനം, നല്ല ഒരു മക്കള്, നല്ല മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലേ, സൽക്കർമ്മ സമ്പുഷ്ടമായ ജീവിതം നയിക്കുന്ന മക്കള്. ആ സൽക്കർമ്മത്തിന് എന്തിനാ സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടുന്നത്? കാരണം അതിൽ മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. അറിയാൻ പറഞ്ഞത് അത് വിസ്മരിച്ചുകൂടാ. പിന്നെ അറിവാണ് ഇൽമിൻ യുൻതഫിഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് നമ്മൾ ബാക്കി വെച്ച് പോയാൽ, നമ്മളൊരു കിതാബ് എഴുതി ഒരു നല്ല കാര്യം, നിങ്ങൾ ഒരു ഡോക്ടറാണോ തൻ്റെ ശിഷ്യന്മാരെ നല്ല ചികിത്സയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു എഞ്ചിനീയറാണോ മെക്കാനിക്കാണോ തൻ്റെ ശിഷ്യനെ നല്ല കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ വണ്ടി നന്നാക്കി കൊടുക്കാമെന്നൊരു ട്രിക്ക് നിങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുത്താൽ അത് ഉപകാരപ്രദമായ അറിവാണ്. അതിന് പ്രതിഫലം കിട്ടും. ഹദീസും ഖുർആനും മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന എന്തും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനേയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും സഹോദരങ്ങളെ. അപ്പോൾ ഇതൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ കുട്ടീനെ, അല്ലേ, ശരിക്കും ആൾക്കാർ പറയും, അല്ലേ, ഒന്ന് മുസാഫ് എടുത്ത് ചോദടാ എന്ന് നമ്മൾ പെരയിൽ പറഞ്ഞ വല്ലാത്ത മെനക്കെടാണ്. 1 വട്ടം 2 വട്ടം 3 വട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. ചില പറയും ഞാൻ തോറ്റുകണെന്നൊക്കെ പറയും. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കി, യൂട്യൂബ് എടുത്തിട്ട് ഈ ആ ഗെയിം എങ്ങനെ കളിച്ചാന്നുള്ള ആപ്പ്, അല്ലെങ്കിൽ എന്താണ് ബാഴ്സലോണയിൽ 9ാം നമ്പർ കളിക്കാരനെ ആരാ നിങ്ങൾ ചോദിച്ചു നോക്കി, ടപ്പട്ട എന്നൊക്കെ പറഞ്ഞുതരും. നിങ്ങൾ അറിയാത്ത ക്ലബിന്റെ വരെ ആൾക്കാരെ പേര് കുട്ടികൾ പറഞ്ഞുതരും. നമുക്ക് മനസ്സിലാകാത്ത വണ്ടിന്റെ സ്പെസിഫിക്കേഷൻസ് വരെ നമ്മളെ കുഞ്ഞു മക്കൾ നമുക്ക് പറഞ്ഞുതരും. അവർക്ക് നല്ല വിവരം ഉണ്ടാകും കാര്യത്തിൽ. പക്ഷേ സഹോദരങ്ങൾ, നമ്മൾ ഖുർആൻ എടുത്ത് ചോദാൻ പറഞ്ഞാൽ, അല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുടെ പേര്, അല്ലെ, ആരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകണം. അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ മക്കളോട്, മോനെ നീ ബിസ്മി ചെല്ലണം, നീ പള്ളിയിലേക്ക് വലതുകാല് വെച്ച് കയറണം. ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്താലും നമ്മളാണ് സുബൈക്ക് പള്ളിയിൽ കൊണ്ടുപോകണം, നമ്മളെ കൂടെയാണ് നോമ്പിന് ലൂറിന് പള്ളിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നേരത്തെ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചാൽ മതി. അങ്ങനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ അതൊരു ശീലമായി മാറും. ആ ശീലം ആ കുട്ടി തുടർത്തുന്ന കാലത്തോളം അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ കുട്ടി വലുതായി അത് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിന് നമുക്കൊരു ഷെയർ ഉണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിക്ക്, തിന്നുമ്പം ബിസ്മി ചെല്ലണമെന്ന് നമ്മൾ ശീലിപ്പിച്ചതാണെങ്കിൽ ഒരുപക്ഷെ ചെല്ലുമ്പം ഇഖ്ലാസ് ഇല്ലാതെ ചെല്ലിയാൽ ചിലപ്പം കൂലി കുറയും, അല്ലെ, കൂലി കുറയും. പക്ഷെ അത് പഠിപ്പിച്ചെടുത്തവന് കൂലി കുറയില്ല, പഠിപ്പിച്ചെടുത്താക്ക് കൂലി കുറയണില്ല. നിങ്ങൾ ആലോചിക്ക്. അപ്പൊ അത്രയും അത്ഭുതമാണ് അള്ളാന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാണ്ടല്ലോ മാലിക് യൗമിദ്ദീൻ. നമ്മൾ നിരന്തരം നിസ്കാരത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എന്തിനാ നിങ്ങൾ ഇതൊക്കെ ലൈവാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഇങ്ങനെ 17 പ്രാവശ്യം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ നാളെ യൗമുദ്ദീന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പ്രതിഫലം നൽകും, അല്ലേ, തൻ്റെ കുട്ടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വെറുതെ അല്ല. ഈ കുട്ടികളെ മദ്രസക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നോമ്പിനൊക്കെ എന്താ പറയുക, ഒന്ന് നിസ്കരിച്ച് കണ്ട് ഒന്നുകൊണ്ട് ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ നടക്കാത്ത എന്താ പറയുക, മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അവിടെ ഉറങ്ങിയ കുട്ടികൾ മദ്രസക്ക് പോകില്ല. അപ്പോൾ ചില ആൾക്കാർ കഷ്ടപ്പെട്ടൊക്കെ നിന്നിങ്ങനെ കണ്ണൊക്കെ വരുത്തി പിടിച്ച് കുട്ടീനെ മദ്രസക്ക് നേരെ നിൽക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതൊക്കെ നഷ്ടമല്ല, ഒന്നും നഷ്ടാവില്ല എന്നാണ്. ഇങ്ങനത്തെ ഏത് നന്മയിലേക്കും നിങ്ങൾ എടുക്കുന്ന എല്ലാ സ്ട്രെയിനും സഹോദരങ്ങളെ അള്ളാഹു ഭയങ്കരമായ പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇൽമുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വളരെയധികം പ്രതിഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടമാവില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഈ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ വഹിയിലൂടെ വന്ന ഖുർആനും ഹദീസുമാകുന്ന വഹിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്നാണ്. അത് നമ്മൾ പഠിപ്പിക്കാനെടുക്കുന്ന സമയവും എനർജി ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കുക. മാത്രമല്ല അങ്ങേയറ്റത്തെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. അതാണ് നിയ്യത്ത് നന്നാക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളിപ്പോൾ എന്തായാലും മദ്രസയിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കുട്ടികൾ തലേന്ന് ഓദിപ്പിക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു മനസ്സോടു കൂടി ചെയ്യുമ്പം അതിന് വലിയ പ്രതിഫലം ഉണ്ടാവും. അതേപോലെ ഇൽമുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കുന്ന ആൾ, അതിനുവേണ്ടി നമ്മളെടുക്കുന്ന എല്ലാ സ്ട്രെയിനും, ഒരു ഖുർആൻ ക്ലാസ്സിന് പോണതാണെങ്കിലും എല്ലാത്തിനും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
എളുപ്പമാക്കി കൊടുക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ കഥ അറിയാം. ബനു ഇസ്രായേലിൽ 99 ആളെ കൊന്ന ഒരാളെ കഥ നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ട്. നിങ്ങൾ വെച്ചാൽ ആ 99 ആളെ കൊന്ന ഒരാൾ ആദ്യം ചെന്ന് ചോദിക്കുന്നത് ഒരാളോടാണ്. നല്ല ആബിദായ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനോടാണ് ആദ്യ ആൾ പോയി ചോദിക്കുന്നത്, ഈ 99 ആളെ കൊന്ന എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായാലും ഇല്ല എന്നാണ്. നല്ല ഇബാദത്തും നല്ല നിസ്കാരം നോമ്പായിട്ട് നടക്കുന്ന ഒരാളോട് ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് 99 ആളെ കൊന്ന എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് പുറത്തു തരില്ല എന്ന് തന്നെ പറയല്ലേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞേ. പിന്നെ അദ്ദേഹം ഒരു പണ്ഡിതനെ പോയിട്ട് കാണുകയാണ്, ഒരു ആലിമിനെ പോയിട്ട് കാണുകയാണ്. ആ ബനു ഇസ്രായേലിൽ ഒരു പണ്ഡിതനെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് 99 ആളെ കൊന്ന എനിക്ക് തൗബ ഉണ്ടോന്നോ, എനിക്ക് പുറത്ത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്ക് പുറത്ത് കിട്ടും, നീ പുറത്ത് ഇവിടെ ഈ നാട്ടിൽ നിന്ന് നീ പോകണം, ഈ ജനങ്ങളിൽ നിന്ന് മാറി വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണം. ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് വ്യത്യാസം. ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു എന്താണ്, സമൂഹത്തിനൊരു വെളിച്ചമാണ് അല്ലെ. 100 ആളെ കൊന്ന 99 ആളെ കൊന്ന ആൾക്ക് പ്രതിഫലം അള്ളാഹു പുറത്തു നൽകുമെന്ന് പറയുമ്പം അത് വല്ലാത്തൊരു അറിവാണ്. ആലോചിക്കി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പോലുണ്ട് ഉഹുദ് യുദ്ധം. നിങ്ങൾക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രയാസകരമായ മുറിവേറ്റ നബിയുടെ 2 കവിളിലും ആ ഹെൽമെറ്റിന്റെ 2 ആണി തുളച്ച് കയറി എന്നാണ്. എന്നിട്ടൊരു സഹാബി അത് പറിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപല്ല് പോയി എന്നാണ്. മുൻപ് എത്രത്തോളം ത്വൽഹത്ത് ബിൻ ഉബൈദില്ല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്തിട്ട് 80ഓളം വെട്ടും കുത്തുമാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്ത് 70 സഹാബിമാരാണ് ഉഹുദിൽ എന്ത് ചെയ്തത്? ഉഹുദിൽ ഷഹീദായത്. ഹംസ റളിയല്ലാഹു അൻഹു. നബിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നബിന്റെ ആളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്ന സന്ദർഭമുണ്ട്. അബൂജഹൽ നബിനെ തല്ലിയിട്ട് അബിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച വിവരം ഹംസ റളിയല്ലാഹു അൻഹു അറിയണം. ഹംസ റളിയല്ലാഹു അൻഹു ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പോയി വരുമ്പോഴാണ് പറഞ്ഞത് മുഹമ്മദിന് അബൂജഹൽ നല്ലോണം പിടച്ചിക്കണെന്ന് പറഞ്ഞത്. നേരെ ചെന്നിട്ട് തന്റെ വില്ലെടുത്തിട്ട് മണ്ടക്കടിച്ചിക്കണം ആദ്യം ഹംസ അബൂജഹലിന്റെ. എന്നിട്ട് അബൂജഹലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്റെ മുഹമ്മദിനെ ഉപദ്രവിച്ചോന്ന്. അവൻ മുസ്ലിമായത് കൊണ്ടാണ്, അവൻ അള്ളാനെ മാത്രം ആരാധിക്കും എന്നതുകൊണ്ടാണ് നീ അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിക്കും, ഞാൻ ഇന്നു മുതൽ അള്ളാനെ മാത്രം ആരാധിക്കുള്ളൂ. ആ വാശിന്റെ പേരിലാണ് ഹംസ റളിയല്ലാഹു തുടക്കത്തിൽ മുസ്ലിമാണ്. നിങ്ങൾ ആലോചിക്കുക. ആ ഹംസ റളിയല്ലാഹു വധിക്കപ്പെട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്നാണ്. 70ഓളം സഹാബിമാര് മരിക്കുക. ആരാണ് അപ്പുറത്ത് നോക്കി? ഖാലിദ് ബിൻ വലീദ്. ഉഹുദിലും ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് വന്ന 3 ആളുകൾ ആരാ? മക്കാ മുശ്രിക്ക്. 1 ഖാലിദ് ബിൻ വലീദാണ്, 2 ഇക്രിമ ബിൻ അബൂ ജഹലാണ്, 3 അബൂ സുഫിയാനാണ്. ഈ 3 ആളുകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായി. ഉഹുദിന്റെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു ഉഹുദ് വിജയിപ്പിച്ചവർ ഈ 3 ആൾക്കാരാണ്. ഈ 3 ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഈ 3 ആളും മുസ്ലിമായി. ഖാലിദ് ബിൻ വലീദ് മുസ്ലിമായി, അബൂ സുഫിയാൻ മുസ്ലിമായി, ഇക്രിമ ബിൻ അബൂ ജഹൽ മുസ്ലിമായി. നിങ്ങൾ ആലോചിച്ച് നോക്കി. അന്ന് കൊന്നവരും കൊല്ലപ്പെട്ടവരും ഇന്ന് സ്വർഗത്തിലാണ്. അന്ന് കൊന്നവരും കൊല്ലപ്പെട്ടവരും. എന്തൊരു ലോജിക്കാണ് ഇതിന്? എന്ത് ലോജിക്കുള്ളത്? നിങ്ങൾ ആലോചിച്ചു. എന്താ ലോജിക്ക് ഉണ്ടായിരുന്നപ്പോ? കൊന്നവരും കൊല്ലപ്പെട്ടവരും ഒരേ സ്വർഗത്തിൽ പോവുക. ഇതെന്താണ് സഹോദരങ്ങൾ? ഈ ആദർശത്തിന്റെ പ്രത്യേകതയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ആ യുദ്ധം നടന്നത് അല്ലേ. അത് സ്വീകരിച്ചതോടുകൂടി അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അല്ലേ. വഹ്ശിനെ കാണാൻ നബിക്ക് പ്രയാസമായിരുന്നു. അബൂജഹിലിനെ കൊലയുമായി ബന്ധപ്പെട്ട് ആ വഹ്ശിനെ കാണുന്നത് പോലും നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നതാണ്. പക്ഷെ മുസ്ലിം ആയതിനു ശേഷം നിലപാട് മാറ്റേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഐഡിയോളജിയുടെ പ്രത്യേകതയാണ്, ഈ ആദർശത്തിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിനെ മാത്രം ഇത് വലിയൊരു അറിവാണ്, വലിയൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്ക് മറ്റേ ജയിൽക്ക് ആലോചിച്ചപ്പോൾ എന്തായാലും ഒരു ലോജിക്കില്ല. കൊന്നോരും കൊല്ലപ്പെട്ടവരൊക്കെ ഇസ്ലാം എല്ലാവരും പിന്നെ സ്വർഗത്തിൽ ഒന്നിച്ചുടും. എന്തിനാ ഈ കൊല നടന്നത്? നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുമോ? സ്വന്തം ബാപ്പാനെ കൊന്നവരെ അല്ലെ, സ്വന്തം മക്കളെ കൊന്നവരെ എങ്ങനെ സഹോദരൻ നമുക്കൊരാൾക്ക് സഹിക്കാൻ പറ്റുക? പക്ഷേ അതൊക്കെ വിട്ടു മാത്രമല്ല അതിന് ഉന്നതമായ പ്രതിഫലം നൽകി അവർ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പൊ എന്തിനാ പിന്നെ ജീവിതം? അതാണ് സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതം എന്തിനാണ്, ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്കേറ്റ പരാജയമാണ്. പല ആളുകളും വാർദ്ധക്യത്തിലെത്തിയിട്ട് ആത്മഹത്യയാണ്. ഇപ്പൊ വലിയൊരു ഭിഷഗ്വരൻ, ലക്ഷക്കണക്കിന് രൂപ മാസവരുമാനമുള്ള, കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള വലിയൊരു ഭിഷഗ്വരൻ തൻ്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ആത്മഹത്യ ചെയ്ത, അതും ഏറ്റവും പ്രാകൃതമായ രൂപച്ച് തൂങ്ങി മരിക്കുക. ആ മരിക്കുമ്പോഴൊരു വിഷമത്ര ആലോചിക്കുക നിങ്ങൾ. എന്തിന് സഹോദരങ്ങളെ? ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടത് കൊണ്ട്, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച പരാജയമാണത്. ഈ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മളെന്തരോ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം, അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അറിയുങ്ങൾ? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ സെറ്റ് ചെയ്യും. അതാണ് പ്രശ്നം.
അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ ഒബ്ജക്റ്റീവ്സ് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറും. അത് അക്കാഡമിക്സ് ആകാം അല്ലേ, അത് ചിലപ്പം തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യവും, ചിലപ്പം പണവും, ചിലപ്പം പൊസിഷനാവും, ചിലപ്പം പ്രശസ്തിയാവും. അപ്പൊ അതൊക്കെ കിട്ടാതെ പോയാൽ ജീവിതം തകർന്നു എന്ന് തോന്നും, എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ വരുന്ന ഉടനെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് വരുന്ന പരാജയമാണ്. അതൊക്കെ സഹോദരങ്ങളെ, അതിലൊക്കെ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തൗബ. അപ്പൊ തൗബന്റെ നേരത്തെ ഞാൻ പറഞ്ഞേ, ഒരു തൗബ എന്ന് പറഞ്ഞ വിഷയം തന്നെ, ആ തൗബ, അള്ളാഹു തൗബ ഉണ്ട് എന്ന് പറയുമ്പോൾ തൗബയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലെ സൂറത്തു സുമറിലെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. എൻ്റെ അടിമകൾ, ഇബാദി എന്നുള്ള ഒരു വാക്യം നിങ്ങൾ എന്ന് വെച്ച് അറബിയിലെ മുലാഫ് മുലാഫിലേയാണ് ഇബാദി എന്ന് പറഞ്ഞാൽ. എൻ്റെ അടിമ, കലമീ, എൻ്റെ പേൻ, അത് മുലാഫ് മുലാഫിലെ. ഈ മുലാഫ് മുലാഫിൻ ഇലഹിന്റെ അടിയിൽ വേറെ ഒന്നും കയറ്റാൻ പറ്റില്ല. അത് അത്രയും ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. ഗ്രാമറിൽ പോലും എൻ്റെ അടിമ എന്നുള്ള അള്ളാന്റെ ആ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കി. എൻ്റെ അടിമയോട് പറയണതാണ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുത്. എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും, എത്ര വലിയ അക്രമം ചെയ്ത വ്യക്തിയാണെങ്കിലും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരാളെ നരകത്തിലിട്ടു എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അത്രയും ചെറുതാക്കി കണ്ടുകൊണ്ട്. ആലോചിച്ച്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. എത്ര നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കും അല്ലേ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടിട്ട്, ഒരു ഒട്ടകം നഷ്ടപ്പെട്ട്, മരുഭൂമിയിൽ യാത്രാവാഹനം, തൻ്റെ വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ഒട്ടകം നഷ്ടപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മരണം ഉറപ്പാണ്. ഇന്നത്തെ പോലെ GPS സംവിധാനങ്ങളും ഫ്ലൈറ്റൊന്നും നമ്മൾ എയർ ലിഫ്റ്റൊന്നും വരില്ല. നമ്മൾ ഇന്ന ഇവിടെ ഉണ്ടെന്ന് കുടുങ്ങി നമ്മൾ അന്വേഷിക്കും, നമ്മളവിടെ കിടന്ന് മരിക്കേണ്ടി വരും. അത്രയും മരണത്തിന്റെ പക്കത്ത് നിന്ന് തിരിച്ചു പോരുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു മനുഷ്യന് സന്തോഷമുള്ള ഒരു കാര്യമല്ല. എത്ര തന്നെ ധനാഢ്യനാണെങ്കിലും, ഈ ലോകത്തെ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എന്ത് ചെയ്യും? ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മരണത്തിന്റെ ആ പക്കത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയ സമ്പാദ്യം മുഴുവൻ നമ്മൾ ചെലവഴിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ, നമ്മൾ അറിയുന്ന ഒരു ചെന്നൈയിൽ വലിയൊരു ബിഷഗ്വരൻ, ഞാനൊക്കെ ഓർത്തോപെഡിക്സ് തുടങ്ങുമ്പോഴേ അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, വളരെ പ്രായമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടും ലങ്ങും അമേരിക്കയിൽ പോയി മാറ്റി വെച്ചു എന്നാണ്. 30 കോടി റുപ്യക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരാൾ 30 കോടി ചിലവാക്കിയിട്ട് ഹാർട്ടും ലങ്ങും മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അയാൾ ജീവിതത്തിൽ മുഴുവൻ അത്ര നേടിയിട്ടുണ്ടാവുള്ളൂ പൈസ, പക്ഷെ അത് മുഴുവൻ അയാൾ ചിലവഴിച്ചു എന്നാണ്. എന്തിന്? കുറച്ച് കാലം ജീവിക്കാൻ വേണ്ടി. എത്ര പോവും? 80 എത്ര വരെ പോവും മാക്സിമം? ആലോചിച്ച് നോക്കി. അത് മനുഷ്യൻ കൊടുക്കും. കാരണം ജീവിതത്തിനോടുള്ള ഒരു താല്പര്യമാണ്. കുറച്ചു കാലം ഇവിടെ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും, എത്ര മുഴുവൻ സമ്പാദ്യം ചെലവാക്കിയിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ വക്കിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ട് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നോക്കി നിങ്ങൾ. ആ സമയത്ത് അദ്ദേഹം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ആ ഉറക്കുന്ന ഇങ്ങനെ ഉണരുമ്പം ആ ഒട്ടകം ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ മുമ്പിൽ. നഷ്ടപ്പെട്ട ഒട്ടകം ആ വെള്ളം ഭക്ഷണമൊക്കെ ആയിട്ട് തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്ര ഇതിനേക്കാൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം? ഇതിനേക്കാൾ എങ്ങനെ ആ മരുഭൂമി നിവാസികളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക? അത്രയും സന്തോഷമുണ്ട് പടച്ചോന് തൻ്റെ അടിമ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ എന്നാണ്. അതുകൊണ്ട് ഇതൊന്നും നഷ്ടമല്ല. ഒരു തെറ്റ് പറ്റിപ്പോയി എന്നത് സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു എന്നത്, അക്രമങ്ങൾ ചെയ്തു എന്നത്, അതൊന്നും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. പക്ഷെ എന്ത് വേണം? ഖേദിച്ച് മടങ്ങാൻ ആത്മാർത്ഥമായിട്ട് ഒരു ഖേദം മനസ്സിലുണ്ടായാൽ മതി. പടച്ചോനെ പറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയല്ലോ, സംഭവിച്ചു പോയല്ലോ എന്ന ഒരു ഖേദം. ആ ഖേദാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ടല്ലോ, അതിങ്ങനെ അലോരസപ്പെടുത്തി ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമല്ലോ ഉള്ളിൽ കിടന്നിട്ട്, അതന്നെയാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായ സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് നമ്മൾ കൈ ഉയർത്തിയ പടച്ചോൻ പുറത്തിരുന്നത്. അത്രയും പടച്ചോൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ അറിവും നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകളും എത്രയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, അതാണ് ഇൽമു എന്ന് പറഞ്ഞാൽ. മഅരിഫത്തുല്ലാ, അള്ളാഹിന്റെ റസൂലിനെ പറ്റിയുള്ള അറിവ്, ഈ ദീനിനെ പറ്റിയുള്ള, അതാണ് പ്രൈമറി ആയിട്ടുള്ള 3 നോളജ് എന്ന ഇൽമു എന്ന് പറഞ്ഞാൽ. ഇത് 3ആണ്, അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹിനെ പറ്റി അറിയാന്നുള്ളത്, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അറിയാന്നുള്ളത്, ഈ ദീനിനെ പറ്റി പഠിക്കുക എന്നുള്ളത്, ആ അറിവ് നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, നമ്മൾ ഹൈറ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഈ സമ്പത്തും സൗകര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ. നല്ലൊരു വീടുണ്ട്, നല്ല വാഹന സൗകര്യമുണ്ട്, നല്ല വിശാലത ഉണ്ട്. മക്കളൊക്കെ IIT പഠിച്ചാണ്. ഒരാൾ IIT മദ്രാസിൽ, ഒരാൾ IIT ബോംബെയിൽ, മറ്റൊന്ന് എയിംസിൽ പഠിക്കുകയാണ് അല്ലേ. MG റോട്ടിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. ദുനിയാവ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ മക്കളും സമ്പത്തും സൗകര്യങ്ങളുള്ള ഒരാൾ. അതാണ് നമ്മൾ ദുനിയാവിൻ്റെ ഹൈറായിട്ട് കാണുന്നത് അല്ലേ. ആ ഒരു ലെവല് സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തിയാണ് ആൾക്കാർ നോക്കുക. ഇതൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്.
നമ്മളെപ്പോഴും ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിക്ക് ഇതാണ് വരിക, സമ്പത്തും സൗകര്യം. നമ്മൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ദരിദ്രനായിരുന്നു. തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിന്റെ റൊട്ടി എന്തില്ല കറി കൂട്ടിയിട്ട് അള്ളാന്റെ റസൂൽ കഴിച്ചിട്ടില്ല എന്നാണ്. ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു പറഞ്ഞത്. ആല് മുഹമ്മദ് കഴിച്ചിട്ടില്ല എന്ന്. തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിന്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗോതമ്പിന്റെ റൊട്ടി പോലും വയറ് നിറച്ച് അള്ളാന്റെ റസൂൽ കഴിച്ചിട്ടില്ല എന്നാണ്. നോക്കി, ആടിന്റെ കുളമ്പ് 3 മാസക്കാണ്, അല്ലെങ്കിൽ 1 മാസത്തിലധികമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത്. ആബിസ് ബിൻ റബീഹ ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിനോട്. ആയിഷ ബീവി ചിരിച്ചു എന്നാണ് ഫളഹിക്കത്ത് എന്ന ഹദീസിൽ കാണാം, ചിരിച്ചു. ആയിഷ ബീവി എന്താ ചിരിച്ചത്? 3 മാസം അല്ലെങ്കിൽ 1 മാസക്കാല കാടിന്റെ കുളമ്പൊക്കെ എത്ര കുളമ്പുമല്ലേ, അത് വെറുതെ വെള്ളത്തിൽ ചൂടാക്കി കുടിച്ചാന്ന്. വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് വിശപ്പ് കൊണ്ട് തുടർച്ചയായി മാസങ്ങളോളം അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ അടുപ്പിൽ തീ പൊന്തിയിട്ട് പുക പൊന്തിയിട്ടില്ല എന്നാണ്. അന്ന് എങ്ങനെ ജീവിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? 2 കറുത്ത സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. എന്താണത്? കറുത്ത ഈത്തപ്പഴാണ്, ഒന്ന് വെള്ളാണ്. നല്ലൊരു തെളിഞ്ഞ വെള്ളം പോലും അന്ന് അവർക്ക് കുടിക്കാൻ കിട്ടിയിട്ടില്ല, കലങ്ങിയ വെള്ളമാണ് അവർ കുടിച്ചിരുന്നത്. ഈ 2 സാധനങ്ങൾ കൊണ്ടാണ് മാസങ്ങളോളം അള്ളാന്റെ റസൂല് ആലു മുഹമ്മദ് കഴിച്ചു കൂട്ടിയെന്ന് ആയിഷ ബീവി പറയുന്നത് അല്ലേ. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം മുമ്പിലേക്ക് ഹാജരാക്കപ്പെട്ടപ്പോൾ എന്താണ്? അബൂ ഹുറൈറ കരയാണ്, വിങ്ങിപ്പൊട്ടിക്കരയാണ്. എന്നിട്ട് എന്താ പറഞ്ഞോ? അള്ളാന്റെ റസൂൽ ഇതേപോലെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന്, തിന്നല്ല, ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് അല്ലെ. ഒരിക്കൽ ഇങ്ങനെ അബൂ ഹുറൈറ നടന്നു പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആടിനെ ചുടണം, അവിടെ അതിലേക്ക് കഴിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ്. അബൂ ഹുറൈറ നിരസിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ അള്ളാന്റെ റസൂൽ ഈ ദുനിയാവെന്ന് പോകുമ്പോഴേ വയറ് നിറച്ച്, ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ, ഞാൻ ഇത് തിന്നാനക്കാനല്ല സഹോദരങ്ങളെ, ഇതൊക്കെ അറിയണം, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറയണ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് ചെന്നപ്പോഴേ, നബിന്റെ ആ റൂമിലേക്ക് ചെന്നപ്പം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരുപരുത്ത ഈത്തപ്പനന്റെ ആ ഓലയിൽ ഇങ്ങനെ കിടക്കണം, അതിന്റെ പാട് നബിന്റെ പുറത്ത് ഇങ്ങനെ കാണാന്ന് കണ്ടിട്ട് വിഷമായി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി നല്ലൊരു കൈസർ രാജാക്കന്മാര്, പേർഷ്യയും റോമൊക്കെ രാജാക്കന്മാര് എന്ത് സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നത്, കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരട്ടെ എന്നാ ചോദിക്കുന്നത്. അവിടെ ആകെ റൂമിൽ കണ്ടെന്താ പറയുക, കുറച്ച് ബാർലി മാത്രമാണ് സമ്പാദ്യമായിട്ട്, കുറച്ച് ബാർലി മാത്രമാണ് ആ റൂമിലുള്ളത്. അന്നത്തെ കാലത്ത് ATM ഒന്നുമില്ല, ബാങ്കൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. അവിടെ കുറച്ച് ബാർലി മാത്രമുള്ളത്. അപ്പൊ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താ? ഉമറേ, അവരൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്നാണ്. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ ഉമറേ എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലേ ആ കാഴ്ചപ്പാടാണ് ഉമർ എന്നാണ് കിട്ടിയത് അല്ലേ. റോമിനെ തകർത്തിട്ട്, റോമിനെ കീഴ്പ്പെടുത്തിയ കാലഘട്ടത്തിൽ പേർഷ്യയിൽ നിന്നൊരു ദൂതം വരികയാണ് ഉമറിനെ കാണാൻ വേണ്ടി. ഖലീഫ ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് മദീനത്ത് വരുന്നുണ്ട്. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്നാ ചോദിച്ചത്. ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് അവിടെ വന്ന് ചോദിച്ചു. ഉമർ പള്ളിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. പള്ളിയിൽ പോയപ്പോൾ ഇവിടുന്ന് ഇപ്പാണ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ ഖലീഫ അവിടെ പോയാൽ അവിടെ ഒരു മരത്തിന് ചോട്ട് ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു മുണ്ടെടുത്ത് ഒറ്റ മുണ്ടിൽ കിടക്കണം ഉമറുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മണ്ണിൽ കിടക്കാണ് ഖലീഫ ഉമർ. ആരാണ് സഹോദരങ്ങളെ? 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യങ്ങളും അധീനപ്പെടുത്തിയ വലിയ മനുഷ്യനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലഭിച്ച ആ തർബിയത്താണത്. ഞാൻ സൗകര്യങ്ങൾ വേണ്ട എന്നല്ല സഹോദരങ്ങളെ പറഞ്ഞത്, സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ലോ, അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട്. ജീവിതത്തിൽ ഖൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടടുത്ത് നമ്മൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നാണ് അല്ലേ. കണ്ടം വെച്ച വസ്ത്രമാണ്, ഒരൊറ്റ ഡ്രസ്സാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. കണ്ടം വെച്ച് കൂട്ടിച്ചേർത്തി തുന്നിയ കുപ്പായം അല്ലേ. ആ ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ പോലും ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയിട്ട് അതിൻ്റെ കീ തരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കീ അവിടുത്തെ യഹൂദ റബ്ബിമാരെന്ത് പറഞ്ഞു, ആ കീ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഖലീഫ നേരിട്ട് ഹാജരാകണം എന്നാണ്. അങ്ങനെ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് ആ കീ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ രംഗണ്ട് ചരിത്രത്തിൽ. എന്താണ്? കണ്ടം വെച്ച കുപ്പായി ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പം അവിടുത്തെ മുസ്ലിങ്ങളുടെ സേനാനായകൻ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ചുവന്ന പരവതാനിക്ക് വിരിച്ചിട്ടാണ് അവിടെ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിക്കണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോന്നൂടെ എന്നതാണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് പോന്നൂടെ എന്ന് ചോദിച്ചപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉമർ നല്ല കുപ്പായിട്ടൊരു കാലുണ്ടായിരുന്നു, ഉമറിന് നല്ല ഡ്രസ്സ് ഇട്ടൊരു കാലുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വളരെ ഉഷാറായിട്ട് മാർക്കറ്റ് ഉക്കാള ചന്തയിലൂടെ നടന്ന ഉമറിനെ അവർക്കറിയാം. ആ ഉമറിന് അന്ന് ഇസ്സത്തില്ലായിരുന്നു. അന്ന് ഉമറിന് ഇസ്സത്തില്ല. ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്. ഇന്ന് ഉമറിന് ഡ്രസ്സേ പ്രശ്നമുള്ളൂ, ഉമറിന് ഇസ്സത്തുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എത്തിച്ചെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ,
ദാരിദ്ര്യമല്ല നമ്മളെ പ്രശ്നം. ദാരിദ്ര്യത്തെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് സഹോദരങ്ങളെ, നമ്മൾ വല്ലാതെ പേടിപ്പെടുത്തേണ്ടതല്ല. നോക്കി, നമുക്ക് എൻ്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല, എൻ്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുന്ന സമ്പത്ത് കൊണ്ടാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. സമ്പത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മളെ അവസ്ഥ മാറിയില്ലേ? നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ? ഈ നോമ്പിൽ സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കിട്ടാത്തവരോ ദാരിദ്ര്യം വഹിക്കുന്നവരുടെ ആളുകൾ നമ്മൾ മുമ്പിൽ കാണാൻ സാധ്യമല്ല, വളരെ ന്യൂനപക്ഷമുള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, നമ്മളിൽ പലരും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട തരങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ഖൈർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം പിടിച്ച മക്കാ കാലഘട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആ അറേബ്യയുടെ പകുതിയിലധികം കൈവശപ്പെടുത്തിയ, ആ പകുതിയിലധികം ഭരിച്ചിരുന്ന ആ മദീന കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ കയറി ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. അന്ന് പട്ടിണിയൊന്നുമില്ല, അന്ന് മദീനത്ത് അങ്ങനെ പട്ടിണിയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദിവസങ്ങളിലും ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. വയറ് നിറച്ച് വയറിൽ തിന്നാൻ ഒരു മോശമായ കാരക്ക പോലും കിട്ടാതെ അള്ളാഹുവിന്റെ റസൂൽ ചുരുണ്ട് കിടക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മൾ ഖൈറായിട്ട് കാണേണ്ടത് ഇത്തരത്തിലുള്ള സമ്പത്തുകളെയോ സൗകര്യങ്ങളെയോ അല്ല. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വല്ലാത്തൊരു ആയത്താണ് വിശുദ്ധ ഖുർആന്റെ. നബിയെ, താങ്കൾ പറയണം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ ഖുർആൻ കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അല്ലേ? എന്തെങ്കിലും ഒരു വരുമാനത്തിൽ വർധനമുണ്ടായി എന്നതാകരുത് നമ്മുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം. അല്ലേ? എന്തെങ്കിലും വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു, അല്ലെങ്കിൽ സമ്പത്തിൽ വലിയ കുറവ് വന്നു എന്നതാകരുത് നമ്മുടെ സങ്കടത്തിന്റെ മുഖ്യ കാരണം. ആ ഡയമെൻഷൻ തന്നെ നമുക്ക് മാറ്റാൻ പറ്റണം. അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് അറിവ് നൽകേണ്ട ഒരു കാഴ്ചപ്പാടാണ്. അതായത് ദീന് ഖൈറാണ് എന്ന് പറയും, ദീന് പഠിക്കുന്നത് ഖൈറാണ്. യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നാണ്. ആരെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു അറിവിൽ നല്ല ഇൽമു നൽകും, ദീനിൽ അവന് നല്ല അറിവ് നൽകുന്നതാണ്. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും അള്ളാഹിന്റെ റസൂലും അള്ളയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കി, ഒരാൾക്ക് ഖൈർ നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന് മതത്തിൽ അറിവ് നൽകുക എന്നുള്ളതാണ്. അവൻ അള്ളാഹു അറിവ് നൽകിയാൽ അവനെ പറ്റിയാണ് അള്ളാഹു അവന് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ്. ബാക്കിയൊരു വിഷയത്തിലും, ദുനിയാവിൻ്റെ സമ്പത്തിൻ്റെയോ സൗകര്യങ്ങളുടെ വിഷയത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവോ റസൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് നൽകേണ്ട വലിയൊരു കാഴ്ചപ്പാടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്. അല്ലേ? നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ, ആദ്യമായിട്ട് അതന്നെയാണ്. ഒന്ന്, അള്ളാഹിനെ അറിയലാണ്. ആ അള്ളാഹിനെ എങ്ങനെ അറിയാം? അള്ളാഹുവിനെ രണ്ട് തരത്തിലുള്ള ആയത്തുകളിലൂടെയാണ് അള്ളാഹു മനുഷ്യന് അള്ളാഹിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒന്ന് ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചങ്ങൾ ആലോചിച്ച്, ഈ 572 മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ഈ രണ്ട് കണ്ണുകൾ നമ്മുടെ തലച്ചോറിന്റെ മുമ്പിൽ അള്ളാഹു കാഴ്ചയുള്ളവനാക്കിയില്ലേ, എന്നെ കേൾവിയുള്ളവനാക്കിയില്ലേ, എന്നെ ചിന്തിക്കുന്നവനാക്കിയില്ലേ എന്നൊക്കെ പടച്ചോൻ ചോദിക്കണ്ടല്ലോ സഹോദരങ്ങളെ. അതൊക്കെ എന്തിനാ? ഈ രണ്ട് കണ്ണ് ഈ തലച്ചോറിന്റെ മുമ്പിൽ വെച്ചതെന്ന് എന്തിനാ അറിയുന്നത്? ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനാണ്. 576 മെഗാ പിക്സൽ കപ്പാസിറ്റി ഉള്ള ഈ രണ്ട് ക്യാമറകൾ, ഈ രണ്ട് ഓട്ടോ ഫോക്കസ് ക്യാമറകൾ ഈ തലച്ചോറിന്റെ മുമ്പിൽ സൗജന്യമായി അള്ളാഹു നമുക്ക് നൽകിയത് എന്താ പറയുക? ആ അള്ളാഹിനെ പറ്റി അറിയാനാണ്, ആ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാനാണ്. ആ അള്ളാഹിനെ പറ്റി അറിയും തോറും നിങ്ങൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കും തോറും ആ അള്ളാഹുവിനെ നിങ്ങൾ വിധേയപ്പെടുമെന്നാണ്, അടിമപ്പെടുമെന്നാണ്. അതിലൊരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതാണ്. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹിനെ അറിയാന്നുള്ളതിന് ഏറ്റവും അതൊന്നെന്താണ്? ഒന്ന് ഈ അറിവ് തന്നെയാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കാലങ്ങളായിട്ട് ശാസ്ത്രം ഓരോന്നിനെ കുറിച്ച്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ മോളിക്യൂൾ എന്നല്ലേ, ആറ്റം, ആദ്യം ആറ്റമായിരുന്നു ഏറ്റവും ചെറുത് നമ്മൾ പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പം അതിൻ്റെ കോർക്ക് ആൻറ്റി കോർക്കാണെന്ന് വന്നു. അങ്ങനെ ഫിസിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോയാലും പിന്നെ ആസ്ട്രോണമിയിലേക്ക് പോകും, ഈ പറഞ്ഞ ഗ്രാവിറ്റി, അങ്ങനത്തെ റിലേറ്റിവിറ്റി, അങ്ങനത്തെ തിയറിയിലേക്കൊക്കെ പോയാലും നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അതിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കും തോറും ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് ബോധ്യപ്പെടുന്നതാണ്.
ഇപ്പോൾ പഠിച്ചതിനേക്കാളേറെ ഇനിയും പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഏറ്റവും തന്മാത്രയുടെയും ആറ്റത്തിൻ്റെയും സങ്കീർണതകളിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ മുകളിലേക്ക് വലിയ വലിയ ഗ്രഹങ്ങളിലേക്കും നക്ഷത്ര സമൂഹങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അതന്നെയാണ് സ്ഥിതി അല്ലേ. ആദ്യം ഒരു സൂര്യനും ചന്ദ്രനും ഭൂമി മാത്രമേ ഉള്ളൂ വിചാരിച്ചു. പിന്നെ കുറച്ച് ഗ്രഹങ്ങളുണ്ട് മനസ്സിലായി. പിന്നെ ഗ്രഹങ്ങളുടെ എണ്ണം കൂടി വന്നു. പിന്നെ വിചാരിച്ചു നമ്മളെ ഗാലക്സിയിൽ കോടാനകോടി ഗ്രഹങ്ങളുണ്ട്, മിൽക്കി വേ മാത്രമേ ഉള്ളൂ വിചാരിച്ചു. ഇപ്പൊ പറഞ്ഞ എന്താണ്, മിൽക്കി വേകൾ മാത്രമല്ല, അങ്ങനത്തെ കോടാനകോടി മിൽക്കി വേകൾ ഉണ്ടെന്നാണ്, ഇന്റർസ്റ്റെല്ലാർ സ്പേസുകൾ ഉണ്ടെന്നാണ്. ഇതൊക്കെ എന്താണ്? ഇതൊരാകാശമാണ്. ഒരാകാശത്തെ പറ്റിയുള്ള മനുഷ്യന്റെ അറിവ് അവസാനിക്കുന്നില്ല. 1977 വോയേജർ എന്ന ബഹിരാകാശ പേടകം ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അത് തിരിച്ചു വന്നിട്ടില്ല. അത് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താണ്? അത് ഇങ്ങോട്ട് വിട്ടുന്ന ഇമേജ് ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അത് കണക്ഷൻ വിട്ടുപോയി എന്നാണ്. നിങ്ങൾ ഇപ്പോഴും അത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയെന്നാണ്. ഒരാകാശത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വോയേജറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ 7 ആകാശങ്ങളെ സംവിധാനിച്ച ആ അള്ളാഹുവിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. അതെങ്ങനെയാണ്? ഒന്ന്, അള്ളാഹുവിൻ്റെ കൗനിയായ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൊണ്ട് തന്നെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ്. രണ്ടാമത്തത്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ടാണ്. ഈ 2 കാര്യങ്ങളും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വഹി കൊണ്ട് നമ്മൾ അള്ളാനെ അറിയണം. അതാണ് മഅരിഫത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് മഅരിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരെ, അവസാനത്തെ പ്രവാചകനായ ആ നബിയെ നമ്മൾ അറിയണം. ആ നബി ഉമ്മിയായ നിരക്ഷരനായ ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഈ ഖുർആൻ ഓതിയത് അല്ലേ. അള്ളാന്റെ റസൂൽ മദ്രസ പഠിച്ചിട്ടില്ല, എഴുത്തും വായനയും അറിയില്ല. നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെ എങ്ങനെ ഖുർആൻ അവതരിച്ചു എന്നത്, അതന്നെയാണ് ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർക്കറിയാം. മുഹമ്മദിന് എഴുത്തും വായനയും അറിയില്ല എന്ന് മക്കക്കാർക്കറിയാം. അതുകൊണ്ടാണ് മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞത്, മുഹമ്മദിന് ജിന്ന് കൂടിയതാണെന്ന് പറഞ്ഞത്, മുഹമ്മദിനെ സിഹർ ബാധിച്ചതാണ് എന്ന് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർക്കറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ പറയാനും ഓതാനും അറിയില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ നിരക്ഷരനായ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ വന്ന ആ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതം വള്ളി പുള്ളി മാറ്റമില്ലാതെ തലമുറകളിലൂടെ മാറി വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. ഇമാം മാലിക് പറഞ്ഞ പോലെ മുൻഗാമികൾ എന്തൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്കും നന്നാകാൻ പറ്റുള്ളൂ. ഈ മാറ്റം 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തിലുണ്ടായ മാറ്റം അല്ലേ. ഒരു ഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യവും ഒരു ഭാഗത്ത് റോമൻ സാമ്രാജ്യവും 800-700 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലോകത്തെ 2 വലിയ സാമ്രാജ്യ ശക്തികളെ വെറും 100 വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു ആദർശം കീഴ്പ്പെടുത്തിയെങ്കിൽ എന്ത് നാഗരികതയാണ് സഹോദരങ്ങളെ. ആ മണലാരണ്യത്തിൽ, ആ കൃഷിക്ക് യോജ്യമല്ലാത്ത, ആ ആൾപ്പാർപ്പ് കുറഞ്ഞ ആ നാട്ടിൽ നിന്ന് ഒരു വലിയ സംസ്കാരം ഉണ്ടായി എന്ന് പറയുമ്പം ലോക ചരിത്രത്തെ സ്വാധീനിച്ച, ലോകത്ത് ഇന്ന് 200 കോടി ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാദർശം 23 വർഷം കൊണ്ട് ആ വെള്ളമില്ലാത്ത നാട്ടിൽ, ആ കൃഷിക്ക് യോജ്യമല്ലാത്ത നാട്ടിൽ, സംസ്കാരത്തിന് ഉതകുന്ന ഒരു സൗകര്യവുമില്ലാത്ത ആ നാട്ടിൽ സഹോദരങ്ങളെ ഇത്രയും വലിയ വിപ്ലവത്തിന്റെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്നിടത്താണ് അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചകൻ അവിടുത്തെ അനുചരന്മാർക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. ആ ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഗ്രന്ഥത്തിനനുസരിച്ച് ആ പ്രവാചകൻ അവരെ ജീവിച്ചു കാണിച്ചു കൊടുത്തുള്ളത്. ആ പ്രവാചകന്റെ ജീവിതം കണ്ട് അവർ മാറി എന്നതാണ് സഹോദരങ്ങളെ. അവർ അടുത്ത തലമുറകളിലേക്ക് ആ മെസ്സേജ് ജീവിതത്തിലൂടെ നൽകി എന്നുള്ളതാണ്. വെറും വാക്കുകളിലൂടെ അല്ല, ജീവിതം കൊണ്ടാണ് അവർ ആ മെസ്സേജ് കൈമാറിയത്. അത് ഏറ്റെടുത്തു. 1400 വർഷമായിട്ട് അതിങ്ങനെ പ്രയാണം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എത്രയോ ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കി സഹോദരങ്ങളെ, അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് അല്ലേ. അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. അവർ മാറുമ്പോൾ സഹോദരങ്ങളെ, അവർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അവർ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കാണാണ്. എല്ലാം മറന്ന്, എല്ലാം ആർഭാടത്തിലും സുഖത്തിലും എല്ലാ താന്തോന്നിത്തരങ്ങളും ജീവിച്ചവർ ജീവിതത്തിൽ യു ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യൂറോപ്പിലേക്ക് അമേരിക്കയിലും കാണാൻ പറ്റുന്ന കാഴ്ചതാണ്. ജീവിതം തകർന്ന ആളുകൾ, എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച ആളുകൾ യു ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് യു ടേൺ അടിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അവർ സഞ്ചരിച്ച പാതയിലേക്ക് സഞ്ചരിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എൻ്റെ ബോഡി, എൻ്റെ ചോയ്സ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമുക്കിഷ്ടമുള്ളത് ലോകത്ത് എവിടെയാണ് സഹോദരങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുക? എവിടെയും പറ്റൂല. ഇതൊക്കെ വെറും വർത്താനാണ്. നിങ്ങളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും, ഒരു ഗെയിം കളിച്ചാണെങ്കിൽ പോലും ആ ഗെയിമിന് ചില ലോസ് ഉണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്താൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. നിങ്ങൾ പന്തളിച്ചാണെങ്കിലും പന്തളിച്ചുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ഫൗൾ ചെയ്യാൻ പറ്റില്ല, ഓഫാകാൻ പറ്റില്ല അല്ലേ, ഓഫ് സൈഡിൽ ഗോൾ അടിച്ചാൻ പറ്റില്ല, കൈകൊണ്ട് പന്ത് പിടിച്ചാൻ പറ്റില്ല. ഇത്തരത്തിൽ നിയമങ്ങൾ ഫോളോ ചെയ്താലേ പന്ത് കൂടി കളിച്ചാൻ പറ്റുള്ളൂ.
അപ്പോൾ ഏത് കാര്യങ്ങൾക്കും സഹോദരങ്ങളെ ചില നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ മറികടക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത് മനുഷ്യൻ്റെ ബ്രെയിൻ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തതല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കാണാം. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ച് ജീവിക്കാനാണ്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ പെരീക്കണ് ചെല്ലുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 വണ്ടി നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാം. BMW 8 സീരീസിൻ്റെ ഒരു വണ്ടി, ബെൻസ് മേബാക്ക് ഒരു വണ്ടി, റേഞ്ച് റോവറിൻ്റെ ഏറ്റവും പുതിയ 2.5 കോടിൻ്റെ പുതിയ റേഞ്ച് റോവർ ഇറങ്ങിയിട്ടുണ്ട്. ഈ 3 വണ്ടി നമ്മളെ വീടിൻ്റെ മരത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരാൾ തന്നതാണെന്ന് പറയുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? അത് വണ്ടിനോട് താല്പര്യമുള്ളവർക്കറിയാം. വണ്ടിനോട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞ മനസ്സിലാവും. അള്ളാൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്? എന്താണ്? നിങ്ങൾ അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ. നിങ്ങൾ ഒരാൾ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പം നിങ്ങൾ അവിടെ 3 തടിച്ചു കൊഴുത്ത ചുവന്ന ഒട്ടകങ്ങളെ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ്. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അവർ അന്നത്തെ കാലത്ത് ഏറ്റവും ക്രൈസുള്ള സാധനം ഈ ചുവന്ന തുടുത്ത ഒട്ടകങ്ങൾ. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നല്ല തടിയും നല്ല മുഴുത്ത 3 ചുവന്ന ഒട്ടകങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ, അവിടെ നിങ്ങളുടേതായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പം അവർ പറഞ്ഞ മറുപടി കുൽന നഅം യാ റസൂലല്ലാഹ്, അതെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സൗണ്ട്. അപ്പം അതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട 3 വണ്ടി, ഇപ്പം ഇന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വില പിടിച്ച 3 കാറാപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഊഹിക്കാൻ പറ്റിയ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും 3 മുന്തിയ വണ്ടി, അത് നമ്മളെ പെരൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നമുക്കും വേണ്ടിയിട്ട് അറിയുമ്പം അതിൽ സന്തോഷമല്ലേ സഹോദരങ്ങൾ? എന്താ പറഞ്ഞു? ഫസലാസു ആയാത്തിൻ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഫസലാസു ആയാത്തിൻ 3 ഖുർആനിൻ്റെ ആയത്തുകളാണ്. യഖ്റഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി ഗൈറുൻ ലഹു മിൻ സലാസി ഖലിഫാത്തിൻ ഇളാമിൻ സിമാൻ. നിങ്ങളെ നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുകൾ അത് ഈ 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഖൈറാണെന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ ഈ ഹാളിൽ നിൽക്കണ എത്ര ആൾക്ക് ഈ പറഞ്ഞ 3 കാറ് വാങ്ങാൻ കഴിയുമ്പോഴേ? ഒരാൾക്കൊക്കെ ചിലപ്പോൾ പറ്റുണ്ടാവുള്ളൂ. ഞാൻ പറയാം, 3 കടല്ലാതെ ഈ BMW 8 സീരീസിൻ്റെ ഒരു കാറും, ബെൻസ് മേബാക്ക് ഒരു കാറും, സഹോദരൻ റേഞ്ച് റോവറിൻ്റെ പുതിയ ഒരു കാറും, ഈ 3 നിങ്ങൾക്ക് ഇന്ന് പോയി വാങ്ങാൻ പറ്റിയ ഒരാളെ ചിലപ്പോൾ ഈ റൂമിലുണ്ടാവുള്ളൂ. ഒരാൾ കടല്ലാതെ ലോൺ എടുക്കാതെ വാങ്ങാൻ പറ്റുന്ന ഒരാൾ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താ നിങ്ങൾ? 3 ആയത്ത് നിസ്കാരത്തിൽ ഓതിയാൽ 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഖൈറാണെന്നാണ്. അത് കിട്ടാൻ പറ്റാത്ത ആരാധിയില്ല. അതാണ് പടച്ചോന്റെ പ്രതിഫല സംവിധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നേടാൻ പറ്റിയതാണ്. പണമില്ലവനും പണമില്ലാത്തവനും ആർക്കും നേടാൻ സഹോദരങ്ങളെ. ഈ വലിയ ഓഫർ നേടാൻ പറ്റാത്ത ആരായി സദസ്സിലുള്ളത്? അപ്പൊ പറയും ഖുർആൻ എങ്ങനെ 3 ആയത്തും? എന്താ സഹോദരനെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് 3 ആയത്തായി. ഈ 3 ആയത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റാത്ത ആരല്ലേ? പക്ഷെ എന്താ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് അർത്ഥറിഞ്ഞ് ആ പടച്ചോനോട് സ്നേഹം ഉണ്ടായിട്ട് ആ 3 ആയത്ത് ഓതണം സഹോദരൻ. വെറുതെ ഓതിയിട്ട് കാര്യമല്ല അല്ലേ? ഒരു സഹാബി എപ്പോഴും കുല്ലല്ലാഹു ഓതുന്നതാണ്. കുല്ലല്ലാഹു ഓതും, എപ്പോഴും കുല്ലല്ലാഹു ഓതും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തെങ്കിലും എല്ലാം കുല്ലല്ലാഹു ഓതുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുല്ലല്ലാഹു. അള്ളാഹിനെ പറ്റിയുള്ള വല്ലാത്തൊരു വിവരാണത്. ഖുൽ ഹുവല്ലാഹു അഹദ്. നോക്കി, ഈ ഷിർക്കിന്റെ എല്ലാം പൊളിക്കാണ്. അള്ളാഹു ഏകനാണെന്ന് പറയുമ്പം പല ദൈവങ്ങളെ ആരാധിക്കുന്നവരെ മുഴുവൻ സിദ്ധാന്തങ്ങളെയും ഒരൊറ്റ വാക്കിലൂടെ നിഷേധിക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ, അള്ളാഹു സമദ് എന്ന് പറയുമ്പോഴോ അള്ളാഹുവിന് ഒരാശ്രയമില്ലാത്തവെന്ന് പറയുമ്പം ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും ദൈവത്തിന്റെ പൊസിഷൻ എടുത്തു മാറ്റിയാണ് അവിടെ. ബാക്കിയുള്ള ആളുകൾ ആരാധിക്കുന്ന മുഴുവൻ ആരാധ്യ വസ്തുക്കളും ആശ്രിതരാണ് അല്ലേ? ആ ആശ്രിതന്മാരെ മുഴുവൻ എടുത്തുകളയാണ് ഒരൊറ്റ വാക്കിലൂടെ. ലം യലിദ് എന്ന് പറയുമ്പം അള്ളാഹു ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പം, അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു പിതാവാണ്, അള്ളാഹു പുത്രനാണ് എന്ന് പറയുന്ന സകല സങ്കല്പങ്ങളെയും തച്ചുടക്കാണ് ഒരൊറ്റ ചെറിയ വാക്കിലൂടെ. അതുകൊണ്ടാണ് അയാൾ ഓതിയത്, അതുകൊണ്ടാണ് അയാൾ കുല്ലല്ലാഹു ഇഷ്ടപ്പെട്ടത്. നമ്മൾ കുല്ലല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്താ? വേഗം അടിച്ച് മിന്നി പോകാച്ചിട്ടാണ്. നമ്മളെല്ലാവരും കുല്ലല്ലാഹുവിൻ്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഓല കുല്ലല്ലാഹു നമ്മളെ കുല്ലല്ലാഹു വ്യത്യാസമുണ്ട്. അവിടെയാണ് വ്യത്യാസം. നമ്മൾ അന്നും കുല്ലല്ലാഹു, മദ്രസ പഠിച്ചൊന്നും കുല്ലല്ലാഹു, 45 വയസ്സായി ഇന്നും കുല്ലല്ലാഹു. നമ്മൾ മാറിയിട്ടില്ല സഹോദരങ്ങളെ അല്ലേ? പണ്ടൊരു മാമ ഒരു എന്താണ് അങ്ങനെ അവിടെ എന്താണ് ഉമ്മരെ പടിമ അങ്ങനെ കുത്തിരിക്കാം. അപ്പോൾ മാമ ഓനോട് എടാ തിരുമ്പാങ്കല്ലൊന്നും എടുത്തു കാണണമെന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാറ്. അപ്പോൾ ഓൻ പോയി 18 വയസ്സാണ്. അപ്പോൾ ഒന്ന് പോയി പൊന്തിച്ചു നോക്കിയിട്ട് അനങ്ങിയില്ല തിരുമ്പാങ്കല്ല്. അപ്പോൾ മൂപ്പരിങ്ങനെ പറയാം 55 വയസ്സായി ഇപ്പം. അന്ന് മാമ പറഞ്ഞ ഓൻ പറയാം. അപ്പോൾ 55 വയസ്സായി ഒന്നും കൂടി മൂപ്പരെ കല്ലൊന്ന് പോയി പൊന്തിച്ചു നോക്കി. 55 കൊല്ലം 10-40 കൊല്ലം കഴിഞ്ഞല്ലോ, അപ്പോഴും ആ കല്ല് ഇളകില്ല.
അപ്പോൾ എന്താ പറഞ്ഞറിയോ, അന്നത്തെ അതേ ആരോഗ്യമാണ് ഇപ്പോഴും. അന്നും കല്ലിളക്കിയിട്ടില്ല, അന്നും കല്ലിളക്കിയിട്ടില്ല. അതേമാതിരിയാണ് നമ്മളെ കുല്ലല്ലാഹുവിൻ്റെ അവസ്ഥ. അന്നും കുല്ലല്ലാഹു, ഇന്നും കുല്ലല്ലാഹു. മാറണം സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ആയത്ത് ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താ, ഇതൊന്നും യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാണ് അല്ലേ. 3 ഒട്ടകം തരും എന്ന് അറബികളോട് പറഞ്ഞപ്പം, സഹാബത്തിനോട് പറഞ്ഞപ്പം അവർക്കത് മനസ്സിലായി. അവർ ഖുർആൻ അങ്ങനെ കണ്ടു, അവർ ഖുർആൻ അങ്ങനെ ഓതിന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചെറിയ പയ്യനാണ്, ചെറിയ കുട്ടിയാണ്, അത്ര വലിയ പ്രായമൊന്നുമില്ല മുആദിന് അല്ലേ. മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കണം അല്ലാഹുവിന്റെ റസൂല്. മുആദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക്. പലപ്പോഴും ആ കഴുതന്റെ പുറത്ത് യാത്രയും മുആദിനെ കൊണ്ടുപോകുന്നതാണ്. മുആദിന്റെ കൈ പിടിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദേ എന്ന് മുആദിന്റെ കൈ പിടിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും മുആദിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുആദിനെ യമനിലേക്കുള്ള ദഅവത്തിന്റെ സംഘത്തിൽ മുആദിനെ യാത്രയാക്കേണ്ട അല്ലാഹുവിന്റെ റസൂല്. ആ യാത്രയാക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, മുആദേ നീ പോണം, നീ യമനിലേക്ക് പോണം, എന്നിട്ട് അവിടെ അള്ളാഹുലേക്ക് ക്ഷണിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. അതവർ അംഗീകരിച്ചാൽ അവർ 5 നേരത്തെ നിസ്കാരം കൽപ്പിക്കണം. അതവർ അംഗീകരിച്ചാൽ അവരെ സക്കാത്തിന് പ്രേരിപ്പിക്കണം എന്നാണ്. അങ്ങനെ മുആദിന്, എന്നിട്ട് അവസാനം മുആദിനോട് പറയാണ്, മുആദേ നീ തിരിച്ചു വരുമ്പോൾ നീ എൻ്റെ ഖബറിന്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു വരാന്ന്. എൻ്റെ ഖബറിന്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു വരാന്ന്. കാരണം തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകും എന്നുള്ള സൂചനയാണ് മുആദിന് അല്ലാഹുവിന്റെ റസൂല് കൊടുത്തത്. ആ മുആദ് സഹോദരങ്ങളെ, അവരൊക്കെ ഒരു നിസ്കാരത്തിൽ ഖുർആൻ കുറച്ച് കൂടുതൽ ഓതിയപ്പം ഒരു മഅ്മൂമ്, ഒരാൾ ബാക്കിൽ നിന്ന് നിസ്കാരത്തെ ഉപേക്ഷിച്ച് പോയി. അപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോൾ മുആദിനോട് ആളുകൾ പറയാണ്, നിങ്ങൾ ഓത്ത് കൂടിയത് കാരണം ഇവിടുന്ന് ഒരാൾ നിസ്കാരത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോയിക്കണ് പറഞ്ഞു. ഓ മുനാഫിക്കാണെന്ന് പറഞ്ഞു. മുആദ് പറഞ്ഞു ഓ മുനാഫിക്കാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പരാതി ചെന്നു. കാരണം എന്നെപ്പറ്റി മുആദ് മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നീട്ടി ഓതിയപ്പം എനിക്ക് വേറെയും കുറേ ഏർപ്പാടുണ്ട്, ഓൻ്റെ അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ എനിക്ക് സമയമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോയതാണ്, അതുകൊണ്ട് അതാണ് ഞാൻ മുനാഫിക്കൊന്നുമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പം മുആദ് ബിൻ ജബലിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഫത്താനുൻ യാ മുആദ്, നീ ഫിത്ന ഉണ്ടാക്കണം മുആദ്. എന്ത് ഫിത്ന? നിസ്കാരത്തിൽ ഖുർആൻ ഓതിയതാണ് ഫിത്ന സഹോദരങ്ങളെ. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ. എല്ലാവരും ഈ ദീന് എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 3 ആയത്ത്, ചെറിയ 3 ആയത്ത് ഓതാൻ പറ്റാത്ത ആരല്ലേ? അത് ആത്മാർത്ഥതയോടെ അർത്ഥമറിഞ്ഞുകൊണ്ട് അള്ളാഹനെ ആലോചിച്ചുകൊണ്ട്, എന്താണ് ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്നാണ്. അവരുടെ ഹൃദയങ്ങൾ വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയതുഹാ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. അങ്ങനെ ഓതാൻ പറ്റണം. അവിടെയാണ്, അതാണ് ഓത്ത്. അതിനാണ് 3 കാർ കിട്ടുക, അതിനാണ് 3 ഒട്ടകം കിട്ടുക. ആ ആയത്ത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, പടച്ചോൻ ഓർമ്മയുണ്ട്. നമ്മൾ ഓത്ത് അങ്ങനെയാണോ? അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ സഹോദരങ്ങളെ, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് പഠിക്കണം. അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. അത് പഠിക്കുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കണം. അത് പറഞ്ഞെടുക്കുമ്പോൾ എന്താണ്, അത് മൂപ്പരത് ചെയ്യുന്ന ആളാണ് അല്ലേ. ഞാൻ ഈ വയലിന് വിളിച്ചുമ്പോൾ പോകാനുള്ള മടി എന്താ അറിയോ, നമ്മളിങ്ങനെ കുറേ തൊള്ളയിടുക എന്നല്ലാതെ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പം പുലർത്താൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടായി നാളെ പരലോകത്തിൽ നമുക്കെതിരെ സാക്ഷിയാകും എന്നുള്ളതാണ് ഈ വയലിന് വിളിക്കുമ്പോഴുള്ള ഒരു പേടി അല്ലേ. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് ബഖറയിലെ 1-ാമത്തെ ജുസിലെ ഏറ്റവും ഒരു എന്താണ് ദഅവത്ത് നടന്ന ദായിനെ ഏറ്റവും പിടിച്ചെടുക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. നീ ജനങ്ങളോട് കൽപ്പിക്കണത്, ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, തൻ്റെ കാര്യത്തിൽ അത് മറന്നു പോകുക, അത് ചെയ്യാതൊക്കെ നല്ലോണം പറയും, പക്ഷെ അത്രയൊന്നും നമ്മൾ ചെയ്യാതൊക്കെ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. മാത്രമല്ല അത് അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. അവരൊരു ആയത്ത് പഠിച്ചാൽ അത് വർക്കൗട്ട് ചെയ്യും. അത് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ആയത്ത് പഠിക്കുള്ളൂ. അതൊരു ഇൻഫോർമേഷനായി നിൽക്കുന്ന പ്രശ്നമല്ല, അതൊരു അറിവായി, അതൊരു കർമ്മമായി, അത് ജീവിതത്തെ സ്വാധീനിച്ച് അത് ജീവിതത്തിന്റെ ഒരു വൈബായി മാറണം. ഈ ദീൻ നമുക്കൊരു തണലാകാം, ഈ വിശ്വാസം ഒരു തണലാകാം, അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് ആശ്വാസമാകാം. ആ ഒരു ദറജയിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ശേഷം കുറേ ആളുകൾ വരുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്ത് പറയാണ്, ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഖുർആന് അങ്ങോട്ടും ഓതി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വന്നു എന്നാണ്. കാരണം ഹദീസിൽ കാണാം, ബൈന നഹ്നു നഖ്തരി ഇദാ ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വല്ലാത്ത സന്തോഷം ഉണ്ടായി. കാരണം സഹാബത്ത് ഇങ്ങനെ അങ്ങോട്ടും ഖുർആൻ ഓതി കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ നബി ഇങ്ങോട്ട് കയറി വരും. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, അൽഹംദുലില്ലാ കിതാബുല്ലാഹി വാഹിദ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതൊറ്റ ഗ്രന്ഥമാണ്.
അല്ലേ? എന്നിട്ടോ വഫീക്കും അൽ ഖിയാർ, നിങ്ങളിൽ നല്ല ഖൈറായ ആളുകളുണ്ട്. വഫീക്കും അൽ അഹ്മർ വൽ അസ്വദ്, നിങ്ങളിൽ അറബിയുണ്ട് അനറബിയുണ്ട്. അല്ലേ? എല്ലാ നാട്ടുകാരും ആ സഹാബത്തിലുണ്ട്. ഇഖ്റഉൽ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ, നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. ഖബ്ല അൻ യഅതി അഖ്വാമുൻ, ഒരു ജനത നിങ്ങൾക്ക് ശേഷം വരാനുണ്ട്, ഒരു ജനത നിങ്ങൾക്ക് ശേഷം വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഖുർആൻ ഓതണം കേട്ടോ. എന്താണ് ആ ജനതയുടെ പ്രത്യേകത? യഖ്റഊനഹു, അവർ ഖുർആൻ നല്ല ഉഷാറായിട്ട് ഓതും. യുഖീമുഹു ഹുറൂഫഹു, അതിന്റെ ഹുറൂഫുകൾ നല്ലോണം ശ്രദ്ധിക്കും. നല്ല തജ്വീദനുസരിച്ച്, നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി, നല്ല രൂപത്തിൽ അവർ ഓതുമെന്നാണ്. ഖമായ ഖാമുസ്സഹുമു, അമ്പ് നമ്മൾ എത്ര കൃത്യമായിട്ടാണോ സഹോദരങ്ങളെ അമ്പ് വെക്കുക, അതേപോലെയാണ് അവർ ഓതുക. പക്ഷേ ലാ യതജാവസു തറാഖീഹിം, അതവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുകയില്ല എന്നാണ്. അവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുകയില്ല. അങ്ങനത്തെ ഒരു കാലം വരുന്നു. നല്ല ചുറുക്കില് നല്ല സൂപ്പറായിട്ട് ഖുർആൻ ഓതുന്ന ഉമ്മത്ത് വരുന്നതാണ്. പക്ഷേ ആ ഖുർആൻ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കൂല എന്നാണ്. തൊണ്ടക്ക് താഴേക്ക് ആ ഖുർആൻ ഇറങ്ങൂല എന്നാണ്. അതിനു മുമ്പ് നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളൂ എന്നാണ്. യതഅജ്ജലൂന അജ്റഹു, അവരതിന്റെ പ്രതിഫലത്തിന് വേണ്ടി ധൃതി കൂട്ടുമെന്നാണ്. അഥവാ പണ്ഡിതന്മാർ പറഞ്ഞതരോ, അത് ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ഖുർആനെ ഓതുന്നതാണ്. ആ ഖുർആന്റെ പ്രതിഫലം യതഅജ്ജലൂന എന്നാണ്. അവര് യതഅജ്ജലൂന, അവർ എന്ത് ചെയ്യൂല? വലാ യതഅജ്ജലൂന, ആ പ്രതിഫലം അവർ നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കൂല. ദുനിയാവ് തന്നെ ആ പ്രതിഫലം, അവർ ഓത്തിന്റെ പ്രതിഫലം അവർ സ്വീകരിക്കുന്ന ഒരു കൗമ് ശേഷം വരാനുണ്ട്. അവർക്ക് മുമ്പായിട്ട് നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളൂ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, അല്ലേ? നമ്മളെ ഖുർആൻ നല്ല പള്ളിയിലൊക്കെ നല്ല ഓത്താണ്. പക്ഷേ ആ ഖുർആൻ കേൾക്കുന്നവർ, ആ ഖുർആൻ ഓതുന്നവർ സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ ആ ഖുർആൻ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൽ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ അത് അമലാക്കി മാറ്റാൻ, അത് എൻ്റെ ജീവിതം കൊണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പത്നിയോട്, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, സഹാബത്ത് വന്നിട്ട്, അല്ലേ? താബീങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ കാന ഖുലുഖുഹു ഖുർആൻ എന്നാണ് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഖുർആൻ ആയിരുന്നു. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആൻ എന്തൊക്കെ പ്രേരിപ്പിച്ചോ അതൊക്കെ ചെയ്യും, ഖുർആൻ എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ ചെയ്യും, ഖുർആൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന, അതാണ് ഒരാളുടെ സ്വഭാവം, ഖുർആനാണ് എന്ന് പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവ് നേടേണ്ട വലിയ സന്ദർഭങ്ങൾ, അറിവ് നേടേണ്ട വലിയ സാഹചര്യങ്ങളും എന്താണ് ആയുസ്സുമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ജരീർ ഉത്തൊബിരി റഹ്മഹുല്ലാ, അല്ലെ? ഇമാം തൊബിരി നമ്മൾ പറയുന്ന എന്താണ് ഇബ്നു ജരീർ ഉത്തൊബിരി എന്നറിയപ്പെടുന്ന തഫ്സീറുൽ ബയാൻ എന്ന വിശുദ്ധമായ ജാമിഉൽ ബയാൻ എന്ന വിശുദ്ധമായ തഫ്സീറിന്റെ ഗ്രന്ഥം രചിച്ച ആ അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം തൊബരിസ്ഥാനിൽപ്പെട്ട ആളാണ്, തൊബരിസ്ഥാൻകാരനാണ്. തൊബരിസ്ഥാൻ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. കാസ്പിയൻ കടലിന്റെ തീരത്തുള്ള ഒരു നാടിനാണ് തബരിസ്ഥാൻ എന്ന് പറയാം. അത് പേർഷ്യയാണ്, അത് പേർഷ്യൻ, അറേബ്യ അല്ല, പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ, അറബി അല്ലാത്തൊരു മനുഷ്യൻ. ഇന്ന് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രശസ്തമായ തഫ്സീർ എഴുതിയ ജാമിഉൽ ബയാൻ എഴുതിയത് തൊബിരിയാണ്. നോക്കി, 7ാമത്തെ വയസ്സിൽ ഹാഫിളായി, 7ാമത്തെ വയസ്സിൽ ഹാഫിളായി. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാമായി നിന്നതാണ്. 9ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസുകൾ പഠിക്കാൻ തുടങ്ങിയതാണ്. ആലോചിച്ച് നോക്കി, 40 വർഷക്കാലം ഖതീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, 40 വർഷക്കാലം അദ്ദേഹം ബാഗ്ദാദിൽ പഠനമായി ചെലവഴിച്ചു എന്നാണ്. അതിൽ ഓരോ ദിവസവും 40 പേജ് അദ്ദേഹം എഴുതുമായിരുന്നാണ്. 40 വർഷം 40 പേജ് ഒരു ദിവസം എഴുതിയാൽ എത്ര പേജ് ഉണ്ടാവും സഹോദരങ്ങളെ? അന്നത്തെ കാലത്ത് ടൈപ്പ് ചെയ്യല്ല, വോയിസ് ടൈപ്പിംഗ് ഇല്ല, വെറുതെ എഴുതി ഉണ്ടാക്കുക. പേന തന്നെ മഷിയിൽ മുക്കിയിട്ട് കോലുകൊണ്ടും കമ്പുകൊണ്ടും എഴുതി ഒരു ദിവസം 40 പേജ് എഴുതിയിരുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചരിത്രത്തിലെ, അല്ലെ, ഏറ്റവും ചരിത്ര ഗ്രന്ഥം താരീഖുൽ മുലൂക്ക് എന്ന ഏറ്റവും വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥം എഴുതിയ തബരിയാണ്. സഹോദരങ്ങളെ, ഇന്നും തബരി ഓർമ്മിക്കപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ അറിവ് കൊണ്ടാണ്. ഇതാ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെന്താ പറയുക, നമ്മളെ നാട്ടിലെ പ്രശ്നം എന്താ വെച്ചാൽ, മാർക്കുള്ള ആൾക്കാരൊക്കെ നല്ല ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫഷണൽ കോഴ്സിന് വിടും. എന്നിട്ടോ മാർക്കില്ലാത്തവർ, അവിടെ അഡ്മിഷൻ കിട്ടാത്തവർ നമ്മൾ അറബി കോളേജിൽ കൊണ്ടാക്കണം. സഹോദരങ്ങളെ, മാറണം, അവസ്ഥ മാറണം. ദീനിനെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ മകൻ ദീൻ പഠിക്കണം, അവൻ ബ്രില്യൻ്റ് ആണെങ്കിൽ അവൻ ഖുർആൻ പഠിക്കണം, അവൻ ഹദീസ് പഠിക്കണം, അവൻ ദീൻ പഠിക്കണം, അവൻ പണ്ഡിതനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. കാരണം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് സഹോദരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? എന്താണ് ഖാളി അബൂ യൂസുഫ്, ഹനഫി ലോകത്തെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനാണ് ഖാളി അബൂ യൂസുഫ്. അദ്ദേഹത്തിന്റെ അമ്മ ദാരിദ്ര്യം കാരണം ആ ചെറിയ കുട്ടിയെ തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ടാക്കണം. നമുക്ക് പണ്ടത്തെ കാലത്ത് ഓർമ്മ ഉണ്ടാവും, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, ഈ ടൈലർ അടുത്ത് എപ്പോഴും മൂലക്കൊരു ചങ്ങായി ഇങ്ങനെ കുടുക്കുന്ന കുത്തിരക്കുണ്ടാവും. ഇപ്പോൾ കാണാനില്ല, പറയില്ല, ഇപ്പം നമ്മളെ കാണാത്ത പണ്ടൊരു കുടുക്കുന്ന. അപ്പോൾ ആദ്യം കുടുക്കുന്നാത്തുണ്ടൊക്കെ, പിന്നെ ഓനെ കൊണ്ട് ഇസ്തിരി ഇടിച്ചു, പിന്നെ ഓനെ കൊണ്ട് ചെറിയ ആവശ്യമില്ലാത്ത ടവലും ഇതൊക്കെ അടുപ്പിച്ചു, പിന്നെ അവന് കുപ്പായം കൊടുക്കും, പിന്നെ കുപ്പായം അടിച്ചു, പിന്നെ ആർക്കും മാറാതെ വല്യാപ്പാൻ്റെ കുപ്പായൊക്കെ ആദ്യം അടുപ്പിച്ചു, പിന്നെ ചെക്കന്മാരെ കുപ്പായം അടുപ്പിച്ചു. അങ്ങനെ ഓനങ്ങനെ ദർജയുടെ കൊണ്ടുവരാം. പിന്നെയാണ് ഓനെ പുതിയാപ്പളുടെ കല്യാണത്തിന് കടിച്ചിന കുപ്പായൊക്കെ ലാസ്റ്റാണ് അവന് കൊടുക്കുക. അടിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ കാലം അവന് വെട്ടാൻ കൊടുക്കും.
വെട്ടാൻ കൊടുക്കും. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ ഖാദി അബൂ യൂസുഫിന് അമ്മ ദാരിദ്ര്യം കാരണം ടൈലറെടുത്ത് തുന്നാൻ വേണ്ടി കൊണ്ടാക്കുക. അപ്പൊ അവിടെ മൂപ്പരിങ്ങനെ ഉമ്മ ഒരു ശമ്പളമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു വന്ന മാസം അവസാനം ശമ്പളം പെരേക്ക് വരുന്നില്ല. അപ്പൊ ഉമ്മ പോയി നോക്കുമ്പോൾ എന്താ അറിയോ, പറഞ്ഞത് നിങ്ങൾ ചേർത്തി പോയിട്ട് പിന്നോട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ശമ്പളം കിട്ടുക? അപ്പൊ ഉമ്മ പിറ്റേന്ന് ഓന്റെ പിന്നാലെ പോയി നോക്കണം, ഓൻ അറിയാതെ എങ്ങട്ടാപ്പി പോണ്, പള്ളിക്കാണ് പോണ്. അപ്പൊ അവിടെ വലിയൊരു വയസ്സായ ആൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ മൂപ്പര് ഇരുന്ന് ഇങ്ങനെ പഠിക്കണം. അങ്ങനെ മോനെ ചെവി പിടിച്ചോടന്ന് കൊണ്ടുവന്നു എന്നാണ്. ചെവി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ആ വയസ്സായ മനുഷ്യരാ അതാരാ നിങ്ങൾ, അത് അനഫീമാമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടായി കുട്ടീനെ കൊണ്ടുപോയി, കുട്ടി ദീൻ പഠിക്കൽ ഓനെ ഞാൻ എൻ്റെ ദീൻ പഠിച്ചാലേ പെരയിൽ ചോറ് വേകൂല, എൻ്റെ ദീൻ പഠിച്ചാൽ പെരയിൽ ചോറ് വേകൂല, ഇത് നയിച്ചെന്നാൻ വേണ്ടി പറഞ്ഞയച്ച കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ആ അമ്മാക്ക് വേണ്ട ശമ്പളം സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇമാം അബൂ ഹനീഫ് എടുത്തു കൊടുത്തിട്ട് ആ പൈസക്ക് ആ ഖാദി അബൂ യൂസുഫിനെ പഠിപ്പിക്കണം. എന്നിട്ട് ഒരു വാക്കും കൂടി പറയണ്ട അമ്മാനോട്, ഉമ്മ ഫാലൂദജ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ മോൻ, കൊട്ടാരത്തിലെ ഫാലൂദജ് എന്ന് പറഞ്ഞാൽ ഫലൂഡമാരത്തെ സാധനമല്ല, അത് കൊട്ടാരത്തിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം രാജാക്കന്മാരുണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഫാലൂദജ്. അത് കഴിക്കുന്നൊരവസ്ഥ ഈ മകന് വരും എന്ന് ഖാദി അബൂ യൂസുഫിനെ കുറിച്ച് ആ കുട്ടിയായിരിക്കുമ്പം അബൂ ഹനീഫ പറയണം. എന്നിട്ട് ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ഖാദി അബൂ യൂസുഫ് കൊട്ടാരത്തിലെ ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കൊട്ടാരത്തിലെ വിരുന്നിൽ അപൂർവമായി വിടുന്ന ഒരു വലിയ ആ വിഭവം വിളമ്പുന്ന സന്ദർഭത്തിൽ ഖാദി അബൂ യൂസുഫ് ചോദിക്കേണ്ടത് ഇതിന്റെ പേരെന്താണെന്ന്. അപ്പൊ പറയേണ്ടത് ഇതാണ് ഫാലൂദജ് എന്ന് പറഞ്ഞ സാധനം. അന്ന് ഇമാം അബൂ ഹനീഫ പറഞ്ഞ ഫാലൂദജ്, ഈവൻ വലുതായിട്ട് ഫാലൂദജ് കഴിക്കുമെന്ന് പ്രവചിച്ച ആ ഒരു സന്ദർഭം. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്തറിയോ, ഇൽമു പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഈ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഹൈറായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ അല്ലെ, നിങ്ങൾക്ക് 5 മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ല ഒരു മാർക്ക് കുറഞ്ഞോണ്ടല്ല സഹോദരങ്ങളെ, മാർക്കുള്ള ബ്രില്യൻ്റായ SLCക്ക് നല്ല മാർക്കുള്ള, +2 നല്ല മാർക്കുള്ള ഒരാൾ ദീൻ പഠിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ദീൻ പഠിക്കുന്നവരൊക്കെ ഇവിടെ എന്താ സംഭവിച്ചത്, സെക്യുലറിസത്തിന്റെ ഒരു മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീൻ പഠിക്കുന്നവർ, ശാസ്ത്രം പഠിക്കുന്നവരൊക്കെ മതനിരാസത്തിലേക്ക് പോവുക. ദീൻ പഠിക്കുന്നവർ വലിയ താടിയും വെച്ച് ബാൻഡും കയറ്റിക്കാണ്ട് ഓല് വേറെ ടീമായിട്ട്. അങ്ങനെ നല്ല സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അവർ ഇസ്ലാമിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ എഴുതിയ ആരാ നിങ്ങൾ? അറേബ്യ നാട്ടിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി വന്ന, മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ബാഗ്ദാദിക്ക് വന്നൊരു മനുഷ്യൻ. ഇപ്പൊ നമ്മൾ റഷ്യ പോയാൽ MBBS പഠിച്ചാൽ പോയാൽ ആദ്യം റഷ്യ ഭാഷ പഠിക്കണം. ചൈനീക്ക് MBBS പഠിച്ചാൽ പോയാൽ ആദ്യത്തെ കൊല്ലം ചൈനീസ് ഭാഷ പഠിക്കണം, എന്നിട്ട് MBBS പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ യൂറോപ്പിൽ നിന്ന് ബാഗ്ദാദിക്ക് അറേബ്യയിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അറബി പഠിച്ച ആളാണ് ആദ്യത്തെ ഇസ്ലാമിന്റെ ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ എഴുതുന്ന സഹോദരൻ. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ജാബിർ ബിൻ ഹയാനൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരെ, കെമിസ്ട്രിക്കൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരെ സംഭാവന നൽകിയ ഒരു കാലഘട്ടം ഇസ്ലാമിന് മുമ്പ് കഴിഞ്ഞു. അന്ന് ദീനുള്ളവരായിരുന്നു ദീനല്ലാത്ത ഭൗതികപരമായ ഇൽമുകൾ കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥ. നല്ല ദീനുള്ള മനുഷ്യൻ, ഖുർആൻ അറിയുന്ന, തഫ്സീർ അറിയുന്ന, ഹദീസ് അറിയുന്ന ശാസ്ത്രജ്ഞന്മാർ അന്നുണ്ടായിരുന്നു. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന മെസ്സേജാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല നന്മകളിലേക്കും വഴി നടക്കുന്ന, അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സകല തിന്മകളിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.